ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹോം സയൻസ് ആണ് എടുക്കാൻ പോണത്. ഹോം സയൻസിൽ നെക്സ്റ്റ് ചാപ്റ്റർ ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്, വീട്ടുപകരണങ്ങൾ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എന്താണ്, ഹോം സയൻസ് എന്ന് പറയുന്നത് ഹോമിലെ സയൻസാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ അതിനെ കുറച്ച് സയൻറ്റിഫിക്കലി നോക്കുന്നു എന്ന് മാത്രം. ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പക്ഷേ നമുക്ക് പഠിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇത് വളരെ കുഞ്ഞു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഉപകരണം എന്ന് നോക്കാം. ജോലി ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് പറയാം, ഉപകരണം എന്ന് പറയാം. ജോലി ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഏതൊരു വസ്തുവിനെയും ഉപകരണം എന്ന് പറയാം. ഇനി ഒരു ഉപകരണം തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു എക്യുപ്മെൻറ്റ്, ഉപകരണം എന്ന് പറഞ്ഞാൽ എക്യുപ്മെൻറ്റ്, ഒരു എക്യുപ്മെൻറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് സ്വീകരിക്കേണ്ടത്? ആവശ്യാനുസരണമായിരിക്കണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം നമ്മൾ ഉപകരണം തിരഞ്ഞെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളൊരു ഓവൻ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു, അതുകൊണ്ടൊരു യൂസ് ഇല്ലെങ്കിലോ അതിൻ്റെ ആവശ്യമില്ല. സമയം, പണം, ഊർജം എന്നിവയെ സംരക്ഷിക്കുന്ന തരത്തിലായിരിക്കണം. വൃത്തിയാക്കാൻ എളുപ്പമുള്ളതായിരിക്കണം. സുരക്ഷിതമാവണം. ചെലവ് പരിഗണിക്കണം. വിൽപ്പനാനന്തര സേവനം ഉറപ്പുവരുത്തണം. നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാരണ്ടി, വാറണ്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു എക്യുപ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഉപകരണം വാങ്ങാനായിട്ട്. ഇനി ഉപകരണങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ വൈദ്യുതി ഉപകരണങ്ങൾ, അതേപോലെ നോൺ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്, വൈദ്യുതി ഇല്ലാത്ത ഉപകരണങ്ങൾ. ഇനി ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ളതൊക്കെയും. നോൺ ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോഴോ പുകയില്ലാത്ത അടുപ്പുകൾ അല്ലെങ്കിൽ പുകയുള്ള അടുപ്പുകൾ, അരകല്ല്, ആട്ടുകല്ല് അങ്ങനെയുള്ള എക്യുപ്മെൻറ്റുകളെയാണ് എന്ത് പറയുക, വൈദ്യുതി അല്ലാത്ത ഉപകരണങ്ങൾ അല്ലെങ്കിൽ എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഉപകരണങ്ങൾ. എന്താണ് ഉപകരണം? ഒരു ഉപകരണം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എത്ര ടൈപ്പ് ഉണ്ടെന്നുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഒരു ഉപകരണത്തിൻ്റെ ഗുണനിലവാരം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ്. ഗുണനിലവാരം ഉറപ്പുവരുത്തിയിട്ടുള്ള ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് സുരക്ഷിതത്വം, ഈട് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം, ഇതിലൊക്കെ എന്താണ് മിനിമം എന്താണ് നല്ല നിലവാരമുള്ളതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ISI മുദ്രയുള്ളതായിരിക്കും ആ ഉപകരണം. ഇനി നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ ഗ്യാരണ്ടി, വാറണ്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ് ഈ ഗ്യാരണ്ടി? ഒരു ഉപകരണത്തിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഉൽപ്പാദകർ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ് എന്ത്, ഗ്യാരണ്ടി. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഉപകരണം കേടായാൽ അതെന്താണ്, അത് നന്നാക്കി കൊടുക്കുക എന്നുള്ളത് കമ്പനിയുടെ ബാധ്യതയാണ്. അതാണ് എന്ത്, ഗ്യാരണ്ടി. അതായത് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ഇത്ര വർഷം ഗ്യാരണ്ടി അല്ലെങ്കിൽ ഇത്ര മാസം ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലയളവിനുള്ളിൽ നമ്മൾ വാങ്ങുന്ന ഉപകരണത്തിന് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ കമ്പനി എന്ത് ചെയ്യും, അത് ശരിയാക്കി കൊടുക്കും. ഇനി വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇത് നന്നാക്കി കൊടുക്കുകയുള്ളൂ. വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം തന്നെ മാറ്റിക്കൊടുക്കും. അങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ഉപകരണം ഒരു ലോങ് ലൈഫിൽ അല്ലെങ്കിൽ കുറച്ച് നീണ്ട കാലം ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റുക, അല്ലെങ്കിൽ നമ്മളതിന് വേണ്ടി എന്തൊക്കെ സൂക്ഷിക്കണം എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. നനഞ്ഞ കൈകളാൽ വൈദ്യുതി ഉപകരണങ്ങളിൽ തൊടാൻ പാടില്ല. ഏതെങ്കിലും ഉപകരണത്തിൽ നിന്ന് ഷോക്കേറ്റാൽ അത് കേടുപാട് തീർക്കാതെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ സിന്തറ്റിക് വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത്. അങ്ങനെ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കാം. വീട്ടുപകരണങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം വൃത്തിയാക്കുക. ഉപയോഗശേഷം ഗ്യാസ് സിലിണ്ടർ ലീക്കാവാതെ ഓഫാക്കി വയ്ക്കുക. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പാചകത്തിനായി ഉപയോഗിക്കുമ്പോൾ മെറ്റൽ സ്പൂൺ ഉപയോഗിക്കരുത്, അവിടെ സ്ക്രാച്ച് വീഴും. അതുകൊണ്ടാണ് നമ്മൾ ആ മരത്തവി ഉപയോഗിക്കുന്നത്. മൈക്രോവേവ് ഓവൺ ഉപയോഗിക്കുമ്പോൾ മെറ്റൽ കണ്ടെയ്നറുകൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രത്യേക ടിന്നുകളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് നോക്കാനുള്ളത്
മെത്തേഡ് ടു കൺസർവ് ഫ്യൂവൽ, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇന്ധനം സംരക്ഷിക്കുക, അതുപോലെ വൈദ്യുതി സംരക്ഷിക്കാൻ പറ്റുക, അതുപോലെ വാട്ടർ സംരക്ഷിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇനി ഫ്യൂവൽ കൺസർവേഷൻ അല്ലെങ്കിൽ ഇന്ധന സംരക്ഷണം. സ്റ്റവിൻ്റെ ബർണർ സ്ഥിരമായി വൃത്തിയാക്കുക. പാചകം ചെയ്യുന്നതിന് മുന്നേ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം റൂമിലെ സാധാരണ താപനിലയിലേക്ക് കൊണ്ടുവരിക. കുറച്ച് നേരം പുറത്ത് വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്, ചൂടാക്കാനായിട്ട്. അരി, പരിപ്പ്, മറ്റു ധാന്യങ്ങൾ എന്നിവ പാചകം ചെയ്യുന്നതിന് മുൻപ് കുതിരാൻ അനുവദിച്ചാൽ ഇന്ധനം ലാഭിക്കാം. തുറന്ന പാത്രത്തിന് പകരം പ്രഷർ കുക്കർ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുക. പാത്രം അടച്ച് പാചകം ചെയ്യുക. സോളാർ കുക്കർ ഉപയോഗിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ധനം കൺസർവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എങ്ങനെയാണ് നമുക്ക് വൈദ്യുതി കൺസർവ് ചെയ്യാം? വൈദ്യുതി ലാഭിക്കുന്നതിനായി ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ലൈറ്റ്, ഫാൻ എന്നിവ ഓഫാക്കി ഇടുക. കൂടെ ഫ്രിഡ്ജ് തുറക്കാതിരിക്കുക. ഗാർഡൻ, ബാത്റൂം എന്നിവിടങ്ങളിൽ കുറഞ്ഞ വോൾട്ടേജിൽ ബൾബുകൾ ഉപയോഗിക്കുക. മിക്സി, വാഷിംഗ് മെഷീൻ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. LED ലാമ്പുകൾ ഉപയോഗിക്കുക. ഇനി എങ്ങനെ നമുക്ക് വാട്ടർ കൺസർവ് ചെയ്യാം? പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവ വൃത്തിയാക്കാൻ ഉപയോഗിച്ച് വെള്ളം പാഴാക്കാതെ പൂന്തോട്ടം നനയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ടാപ്പിലെ വെള്ളത്തിലൂടെ പച്ചക്കറികളും മറ്റും വൃത്തിയാക്കാതെ ഒരു പാത്രത്തിലെടുത്ത് കഴുകാം. പൈപ്പ് ഉപയോഗിച്ച് വാഹനം കഴുകാതെ ബക്കറ്റിൽ വെള്ളം എടുത്ത് കപ്പ് ഉപയോഗിച്ചിട്ട് കഴുകാം. അപ്പം ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വെള്ളം ലാഭിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കുഞ്ഞു ചാപ്റ്ററാണിത്. കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയിട്ടുള്ളൂ. അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വായിച്ചാൽ മതി. ഇവിടെ നമുക്കൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ഒന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. താങ്ക് യു.